ഹായ്, നമസ്കാരം. പോർട്രേറ്റ് വരയ്ക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് തലയുടെ കറക്റ്റ് ഷേപ്പ് കിട്ടാതെ വരിക. അതേപോലെ തന്നെ കണ്ണ്, മൂക്ക്, വായ തുടങ്ങിയ ഫേഷ്യൽ ഫീച്ചേഴ്സിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റാതെ വരിക. അതേപോലെ തന്നെ പ്രപ്പോർഷന്റെ പ്രോബ്ലം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ ബിഗിനേഴ്സിന് പോർട്രേറ്റ് സ്റ്റഡിയിൽ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫേസ് വരയ്ക്കാമെന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കെച്ച് ബുക്കും പെൻസിലും ഒക്കെ എടുത്ത് റെഡി ആയിക്കോ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫേസ് വരയ്ക്കാനായിട്ട് ആദ്യം ഒരു റൗണ്ട് മാർക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ലൈറ്റായിട്ടാണ് ആദ്യം അതിൻ്റെ ഏരിയ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതൊന്ന് കണക്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് അതിൻ്റെ മേലെ വരച്ചെടുക്കാം. ഞാൻ HB പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബേസിക് ഷേപ്പുകളൊക്കെ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഇനി അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു സെമി സർക്കിൾ, ഈ ഒരു കർവ് പോലെ ചെയ്തെടുക്കുക. അതിൻ്റെ അകത്ത് ചെവിയുടെ പോർഷനാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. ഇങ്ങനെ ചെയ്യണം. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് കറക്റ്റ് സെൻറ്ററിലല്ല, ഒരു പോയിൻ്റ് താഴെയായിട്ട് ഹൊറൈസൺ ലൈൻ മാർക്ക് ചെയ്യാം. ഒരു 3-4 വ്യൂയിലുള്ള ചെറിയൊരു ചെരിഞ്ഞിട്ടുള്ള ഒരു ഫേസാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ചെയ്യുക. സാവധാനം മാർക്ക് ചെയ്തെടുത്താൽ മതി. ഓക്കെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അതേ ഡിസ്റ്റൻസ്, അകലം ഇവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യണം. ഞാനിവിടെ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി കണക്ട് ചെയ്ത് വരയ്ക്കാം. ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുക. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്തു നിന്ന് മുകളിലേക്ക് വരക്കുക. ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഈ ഒരു അളവിലേക്ക് ഇങ്ങോട്ടേക്ക് ഇൻ്റർസെക്റ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെരിച്ച് വരക്കുക. അതേപോലെ ലെഫ്റ്റ് സൈഡും മാർക്ക് ചെയ്യണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഹെഡിൻ്റെ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാനായിട്ട് കഴിയും. ഇതുപോലെ ബിഗിനേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിൻ്റെ അകത്താണ് ചെവിയുടെ പോർഷൻ വരുന്നത്. അതും നമുക്ക് അതേപടി മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു ഭാഗത്താണ് ഹെയർ ലൈൻ വരുന്നത്. മുടിയുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു ലൈൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് പുരികം വരുന്ന ഭാഗം. ഓക്കെ. ബ്രോ ലൈൻ എന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പോൾ അധികം കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് ഇതുപോലെ ഒരു ചിത്രം വരച്ച് പ്രാക്ടീസ് ചെയ്ത് മെല്ലെ അപ്ഗ്രേഡ് ചെയ്ത് പോയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ പുരികം വരുന്ന ഭാഗം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ശ്രദ്ധിക്കുക. ഇനി പുരികത്തിൻ്റെ തൊട്ട് താഴെ ഇവിടെയാണ് കണ്ണ് വരുന്നത്. 2 പോയിൻ്റ് താഴെയായിട്ട് കണ്ണിൻ്റെ ഭാഗം ഞാൻ ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഇനി അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് വരക്കണം. ഈ പുരികത്തിൻ്റെ ഈ ഒരു എഡ്ജിൽ നിന്നാണ് ആ മൂക്കിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ അതുപടി വരയ്ക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നോസ് ലൈൻ. കണ്ടില്ലേ? ആ വൃത്തത്തിൻ്റെ ആ ഒരു എഡ്ജ് ആ ഒരു ലൈനിലേക്ക് ടച്ച് ചെയ്ത ഭാഗം, അത് അവിടെയാണ് നോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി തൊട്ട് താഴെ ഒരു പോയിൻ്റ് താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ ലിപ്പ് മാർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് സ്കെൽട്ടൺ ബിൽഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ആദ്യം ഒരു സ്കെൽട്ടൺ വരച്ചെടുക്കുക. ഹെഡ് വരച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് ബിഗിനേഴ്സ് ചെയ്യേണ്ട കാര്യം. അങ്ങനെ നമുക്ക് ചെയ്യുന്ന സമയത്ത് മെല്ലെ കണ്ണ്, മൂക്ക്, വായ ഇതൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി പുരികത്തിൻ്റെ ഷേപ്പ് നമുക്ക് ഒരു ഏകദേശ ഐഡിയ, കറക്റ്റ് എക്സാക്റ്റ് ഷേപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, അതെങ്ങനെയാണോ ഇരിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു ഏകദേശ ഐഡിയ മാർക്ക് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെയാണ് നമ്മൾ ചിത്രം വരച്ച് പഠിക്കുന്നത്. ഓക്കെ. മെല്ലെ അപ്ഗ്രേഡ് ചെയ്ത് പോകും. ഇങ്ങനെ പുരികം വരക്കുക. അത് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഷേപ്പ് ഏകദേശ ഷേപ്പ് എന്നേ പറയുന്നുള്ളൂ, കറക്റ്റ് ഷേപ്പ് എന്ന് പറയുന്നില്ല. ഓക്കെ. അത് നോക്കി മാർക്ക് ചെയ്തെടുക്കണം. ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ക്ലിയർ ചെയ്തു. ഇനി കണ്ണൊക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം. എന്നാലും നമുക്കതിൻ്റെ കറക്റ്റായിട്ട് നല്ല തിന്നായിട്ടുള്ള ലൈനൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് കണ്ണ് വരേണ്ട ഒരു ലൈൻ ഞാൻ മാർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് കണ്ണ് ഇപ്പം ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവില്ല.
ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ഭാഗം വേണമെങ്കിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കാണാം. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസാണ് ഇതിൻ്റെ ആധാരമെന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് അനുസരിച്ച് ഞാനൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആദ്യം ഒരു റഫ് സ്കെച്ചാണ് ചെയ്തത്, സ്കെൽട്ടൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ ഹെൽപ്പ് ലൈനിൻ്റെ സഹായത്തോടെ. ഇനി മൂക്ക് വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. മൂക്കിൻ്റെ ഷേപ്പ് അനുസരിച്ച് വരച്ചെടുക്കാം. ഇനി ഇതാണ് ലിപ്പ് വരുന്ന ഭാഗം. ആദ്യം അതിൻ്റെ മേലെ ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. മേൽ ചുണ്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി താഴെ ലോവർ ലിപ്പ് ചെയ്യാം. കട്ടിയിൽ മാർക്ക് ചെയ്യരുത്, ലൈറ്റായിട്ട് വരച്ച് മുമ്പോട്ട് പോവുക. വരക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരും, നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് വീണ്ടും വരയ്ക്കുക. ഓക്കെ, ഇനി ഹെയർ ലൈനിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മുടിയുടെ ഏകദേശ ഐഡിയ മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്താണ് മുടി വരുന്നത്, ഇങ്ങനെ ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് അതിൻ്റെ കൃതാവിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ചെവിയുടെ ഭാഗം അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടില്ല? അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് സാവധാനം വരയ്ക്കുക. ഓക്കെ, നമ്മൾ സ്പീഡ് കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ ചെയ്യണമെന്ന് വിചാരിച്ചാലും നടക്കില്ല. നല്ലപോലെ സമയം ആവശ്യമുണ്ട്. ഓക്കെ, ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഹെഡിൻ്റെ ഷേപ്പ് മുകൾ ഭാഗം നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഒരു ഏകദേശ ഐഡിയ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി ചെവിയുടെ ഈ ഒരു ഭാഗത്തുനിന്ന് അതിൻ്റെ അകത്തുള്ള അധികം ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. ബിഗിനേഴ്സിന് വരക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഞാൻ വരച്ച് കാണിക്കുന്നത്. ഓക്കെ, ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. പിന്നെ അധികം ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. ജസ്റ്റ് ഇതുപോലെ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് താഴേക്ക് നെക്കിൻ്റെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. സാവധാനം ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, 2 പോയിൻ്റ് തൊട്ട് മാറി മാർക്ക് ചെയ്യണം. നമ്മൾ ആദ്യം വരച്ച സെൻട്രൽ ലൈനില്ലേ, കറക്റ്റ് സെൻറ്ററിൽ നിന്നല്ല വരച്ചത്. ആ 2 ലൈൻ ഡിസ്റ്റൻസ് ഉണ്ട്, അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇനി ഫേസിൽ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിക്കാം. അപ്പോഴാണ് ആ ഫേസിനൊരു 3D ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റൂ. ഷെയ്ഡ് കൊടുക്കേണ്ട ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ആയിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബിഗിനേഴ്സിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് ലൈൻസ് ഉണ്ട്, അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കാം. ഇനി ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഞാൻ 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഐബ്രോസ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റും. ഇനി കണ്ണ് വരക്കുക. കണ്ണിൻ്റെ ഔട്ട്ലൈൻ ആദ്യം വരച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐബോൾ ഞാൻ വരക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ റൈറ്റ് സൈഡ് ഭാഗത്തെ പുരികം ഞാനൊന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്, ഔട്ട്ലൈൻ. ഓക്കെ, ജസ്റ്റ് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ഭാഗത്തെ കണ്ണും വരയ്ക്കുന്നുണ്ട്. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യണം, കണ്ണും പുരികങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്ര റിസൾട്ട് കിട്ടണമെന്നില്ല. അതൊക്കെ നമ്മൾ എന്നും ഓർക്കേണ്ട കാര്യങ്ങളാണ്. വരയ്ക്കുന്ന സമയത്ത് പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്യുക. ഓക്കെ, ഇനി നോസിൻ്റെ പോർഷൻ കറക്റ്റ് ചെയ്തെടുക്കുക. നമുക്ക് എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതിന് നല്ലപോലെ കറക്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. നോസ്ട്രില്, മൂക്കിൻ്റെ ഹോള് അതേപടി ചെയ്തെടുക്കണം.
പിന്നെ ഇതിൻ്റെ ലിപ്പിൻ്റെ പോർഷൻ ചെയ്യാം. ഇനി നമുക്കതിൽ ലൈറ്റായിട്ട് ഷെയ്ഡിങ് കൊടുക്കാം. ഞാൻ 4B പെൻസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ 2Bയോ HBയോ യൂസ് ചെയ്താൽ മതിയാകും. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ പെൻസിൽ കുറേ മേലെ പിടിക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു നോസിനെ കുറച്ചുകൂടെ 3D ലുക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഫേസിൻ്റെ അതിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഡെപ്ത് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് കൊടുക്കുക. ഷെയ്ഡ് വേണ്ട ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ചീക്കിൻ്റെ പോർഷനിലും സൈഡ് ഭാഗത്ത് ചെറുതായിട്ട് ഷെയ്ഡിങ് മെൻഷൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഡെപ്ത് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇതുപോലെ ചെയ്യുക. ഇനി മുടിയുടെ പോർഷൻ മാർക്ക് ചെയ്തെടുക്കണം. ഹാച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തും ഡാർക്ക് ആയിരിക്കും. അവിടെ നമുക്ക് ഷെയ്ഡ് മെൻഷൻ ചെയ്യാം. ഇനി ഹെയറിന് കുറച്ചുകൂടെ ഡാർക്ക് കൊടുക്കാം. 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയറായിട്ട് ഞാനിപ്പോൾ 4B കൊണ്ട് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഫീല് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു വർക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആദ്യം ചെയ്യുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആകണമെന്നില്ല. നിങ്ങളത് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, 2-3 തവണ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ വരക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഫേസ് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ഫേസ് ഡ്രോയിങ്ങുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.